മക്കളെ, കുറച്ച് പേരുടെയൊക്കെ ഒരു കുഞ്ഞു വിഷമമാണ്. നമ്മൾ BDS എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സാധാരണ MBBSനൊക്കെ ഡോക്ടർമാരില്ലേ, ആ ഡോക്ടർമാരെ പോലെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അതായത് സാധാരണ ചിലപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ നിങ്ങൾക്കറിയാം ഡെൻ്റലിനും കൂടെ ഡെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്കറിയാം. പക്ഷെ മറിച്ച് ഒരു കാഷ്വാലിറ്റിയിലൊക്കെ ഡ്യൂട്ടി ഉണ്ടാവുമോ? ഡെൻറ്റിസ്റ്റിന് ഇല്ലല്ലോ. അവർ ക്ലിനിക്കുകളിൽ മാത്രം ഒതുങ്ങിയിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിലും ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ലേ. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളോട് എനിക്ക് ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് BDS കഴിഞ്ഞിട്ട് MDSൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റ് 9 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് പോകാൻ അതിൽ ഓറൽ ആൻഡ് മാക്സില്ലോ ഫേഷ്യൽ സർജറി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്, OMFS. ഈ OMFS എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഫസ്റ്റ് ഡ്യൂട്ടി തന്നെ കാഷ്വാലിറ്റിയിലാണ്. നിങ്ങൾക്ക് അവിടെ വരുന്ന ഒരു എമർജൻസി കേസുകൾ, ഇപ്പോൾ ഒരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ട് ഒരാൾ വന്നു, ഒരു ആക്സിഡൻറ്റ് കേസാണ്, ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങളൊരു OMFS കാരനാണ് ഫസ്റ്റ് ആ കേസ് അറ്റൻഡ് ചെയ്യുന്നത്. ഹെഡിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ജോയിൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, ഇവിടെയൊക്കെ മൊത്തത്തിൽ ഫേസിൽ എവിടേക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ഡെൻറ്റിസ്റ്റാണ് അത് ക്ലിയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓറൽ ആൻഡ് മാക്സില്ലോ ഫേഷ്യൽ സർജറി എടുത്ത ആൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, നമുക്ക് ഇനി BDS എന്ന് വീണ്ടും ഒരു MBBS MD എടുത്തതുപോലെ ഒരു കാര്യം മുന്നോട്ടില്ലല്ലോ എന്ന്. ഉറപ്പായിട്ടുണ്ട് കേട്ടോ. ആ ഉള്ളത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, നമുക്ക് എന്ത് ചെയ്യുക, OMFSലേക്ക് പോവാം, ഓറൽ ആൻഡ് മാക്സില്ലോ ഫേഷ്യൽ സർജറി. അങ്ങനെയാണെങ്കിൽ നിങ്ങളായിരിക്കും അവിടെ കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന ആ ഒരു ഹെഡിനും ഒക്കെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ, ഫേസിലേക്ക് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളായിരിക്കും. ഓക്കെ, അപ്പം മക്കളെ, വെറുതെ BDSന് ചുമ്മാ വില കുറച്ച് മാത്രം കാണണ്ട. നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോവാം. ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക, BDS കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് OMFS അല്ല, അത് ഓർത്തഡോണ്ടിക്സ് ആണ്. ഓക്കെ, ഒരു ഓർത്തഡോണ്ടിസ്റ്റിനാണ് ഏറ്റവും വാല്യൂ ഉള്ളത്. ഓക്കെ.